അങ്ങനെ നമുക്കെല്ലാം പ്രിയപ്പെട്ട യുവനടൻ ജിഷ്ണുവിനെയും ക്യാൻസർ എന്ന മാരക രോഗം അപഹരിച്ചു. പക്ഷെ 2 ദിവസത്തെ ഒരു വാർത്തയ്ക്കപ്പുറം ഈ മരണം നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്ത് എന്ന് നാം തിരിച്ചറിയണം. മനസ്സുറപ്പുകൊണ്ടും ഏറ്റവും നൂതനമായ ചികിത്സകൾ കൊണ്ടും ക്യാൻസർ രോഗത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ് ജിഷ്ണു. എന്നിട്ടും അദ്ദേഹത്തെ രോഗം കീഴടക്കി. ഇതിന് കാരണം എന്താകാം? ക്യാൻസർ കോശങ്ങളുടെ അധികമാരും അറിയാത്ത ചില പ്രത്യേകതകളെക്കുറിച്ച് എത്നിക് ഹെൽക്കോട്ട് വിശദീകരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ജീവിക്കുവാൻ ഓക്സിജൻ വേണമെന്ന് എല്ലാവർക്കും അറിയാം. ഓക്സിജൻ കുറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കോശങ്ങൾക്ക് 48 മണിക്കൂർ ജീവിക്കേണ്ടി വന്നാൽ അത് ക്യാൻസർ കോശങ്ങളായി മാറും. ശരീരത്തിൽ അശുദ്ധവായുവായ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുക, ശരീരത്തിന്റെ അസിഡിറ്റി കൂടുക, പുകവലി, കീടനാശിനികൾ, മാനസിക പിരിമുറുക്കം, വ്യായാമക്കുറവ് ഇവയെല്ലാം നമ്മുടെ കോശങ്ങളിൽ ഓക്സിജൻ എത്തുന്നതിനെ കുറയ്ക്കുന്നു. നമ്മുടെ മാറിയ ഭക്ഷണ രീതികൾ, അസിഡിറ്റി കൂടിയ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡുകൾ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ട ആൽക്കലൈൻ pHനെ കുറച്ച് അപകടകാരിയായ അസിഡിക് pHനെ വർദ്ധിപ്പിക്കുന്നു. ക്യാൻസർ കോശങ്ങൾ മനുഷ്യന്റെ ജനിതക കോഡുകളെ അനുസരിക്കാതെ വളരുന്ന കോശങ്ങളാണ്. ഇവയ്ക്ക് ഓക്സിജൻ വേണ്ട. നമ്മുടെ ശരീരത്തിലെത്തുന്ന മധുരത്തെ പുളിപ്പിച്ച് അവയ്ക്ക് വേണ്ട ഊർജം സ്വയം കണ്ടെത്തുന്നു. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ഇടയ്ക്കിടെ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ കോശങ്ങൾ ഉടൻ തന്നെ അവയെ കണ്ടെത്തുകയും നിമിഷങ്ങൾ കൊണ്ട് അവയെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിന് അവയെ നശിപ്പിക്കുവാനുള്ള ശേഷി കുറയുമ്പോഴാണ് ക്യാൻസർ കോശങ്ങൾ ക്രമാതീതമായി പെരുകുന്നതും അത് മനുഷ്യനെ കീഴടക്കുകയും ചെയ്യുന്നത്. ചുരുക്കത്തിൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകുന്നതല്ല, മറിച്ച് ശരീരത്തിന് ഈ മാരക കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള കഴിവ് കുറയുന്ന അവസ്ഥയാണ് നാം ക്യാൻസർ രോഗം എന്ന് വിളിക്കുന്നത്. ക്യാൻസർ കോശങ്ങൾ ക്രമാതീതമായി പടർന്നു തുടങ്ങിയാൽ ഒന്നുകിൽ അവയെ മുറിച്ചു കളയണം, അല്ലെങ്കിൽ കാഠിന്യമുള്ള മരുന്നുകൾ ഉപയോഗിച്ച് അവയെ നശിപ്പിച്ചു കളയണം. ഈ ഒരു മാർഗമല്ലാതെ ലക്ഷ്മി ദാരുവോ മുള്ളാത്തയോ തുടങ്ങിയ ഒരു ചെടികൾക്കും പഴങ്ങൾക്കും അമിതമായി വളർന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാൻ ശേഷിയില്ല. അതിനാൽ ക്യാൻസർ രോഗത്തിന് ശരിയായ ചികിത്സ ചെയ്യാതെ ഇതുപോലുള്ള ചെടികളെ ആശ്രയിക്കുന്നത് ആത്മഹത്യാപരമാണ്. ശരീരത്തിന് ക്യാൻസർ കോശങ്ങളെ സ്വയം നശിപ്പിക്കുവാനുള്ള ശേഷി തിരികെ കിട്ടുന്നില്ല എങ്കിൽ കീമോതെറാപ്പിയോ സർജറിയോ കഴിഞ്ഞാൽ പോലും ക്യാൻസർ രോഗം മടങ്ങിയെത്തും. അതിനാൽ ക്യാൻസർ രോഗ സാധ്യതയുള്ളവർ ശരീരത്തിന്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ഭക്ഷണവും കഴിക്കരുത്. സ്ഥിരമായ വ്യായാമവും ശുദ്ധജലത്തിന്റെ ധാരാളമായ ഉപയോഗവും പ്രകൃതിദത്ത പച്ചക്കറികളും പഴങ്ങളും ശരീരത്തിന്റെ ആൽക്കലൈൻ സ്വഭാവം നിലനിർത്തുകയും കോശങ്ങളിൽ ഓക്സിജൻ എത്തിക്കുക വഴി നമ്മുടെ ശരീരത്തിനെ ക്യാൻസർ രോഗത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് etnichealthcode.com.